എല്ലാവർക്കും ആവണി കശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേ കണ്ടില്ലേ, നമ്മളിന്ന് ചിറ്റാർ ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളെ കുട്ടികളെയൊക്കെ പഠിക്കാനൊക്കെ സ്കൂളിൽ വിടുന്നവരൊക്കെ അല്ലേ, അപ്പോൾ രക്ഷകർത്താക്കൾ കൂടിയും ഈ ഒരു വീഡിയോ കാണുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അധികാരികളിൽ എത്തിക്കുവാൻ വേണ്ടി എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പം നമ്മൾ ചിറ്റാർ ഹൈസ്കൂളിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. അപ്പം എന്തേ ഈ കാണുന്നതാണ് ഇവിടെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം ഈ ഒരു സ്കൂളിൻ്റെ ഞാനും ഈ ഒരു സ്കൂളിൽ ആണ് പഠിച്ചിരുന്നത്. അപ്പം നമ്മൾ പഠിച്ചിരുന്ന ആ സമയത്തെ സ്കൂളും ഇപ്പോഴത്തെ നമ്മുടെ ചിറ്റാർ ഹൈസ്കൂളും അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്കൂളിൻ്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത് സ്കൂളിൻ്റെ പരിസരം, അതായത് കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. കണ്ടില്ലേ, ഇവിടെ കൊടും വനമാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ, ഒരു സ്കൂളിൻ്റെ ഉൾവശമാണ്, അത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. കണ്ടില്ലേ, കൊടും വനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികളും 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ഉൾവശമാണ് കൊടും വനമായിട്ട് കിടക്കുന്നത്. ഈ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ഉൾവശം വനമായിട്ട് സംരക്ഷിക്കാനാണോ അധികൃതർ ശ്രമിക്കുന്നത്? കണ്ടില്ലേ, ഇതിന്റെ ഉൾവശത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു PTA ഭാരവാഹികളൊക്കെ ഉള്ള ഒരു സ്കൂൾ തന്നെയാണ്. ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. നല്ല വിജയവും ഉള്ള ഒരു സ്കൂൾ തന്നെയാണ് നമ്മുടേത്. എന്നിട്ടും അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് അറിയുന്നതിൽ വളരെ വിഷമമുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റെങ്കിലും ചെയ്ത് നമുക്ക് ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിന്, ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വൃത്തിയാക്കണം. ഇഴജന്തുക്കളും പാമ്പുകളും ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. ഈ ഒരു കൊടും വനം കണ്ടിട്ട് ഞാൻ ഈ ഒരു സ്കൂളിനെ കുറിച്ച് വീഡിയോ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കൊച്ചുകുട്ടികളോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. അപ്പോൾ ഇത് അധികാരികളിൽ എത്തും വരെ നമുക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. ഞങ്ങൾ ഈ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല തെളിഞ്ഞ് വൃത്തിയുള്ള സ്ഥലങ്ങളായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടുകളും അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ ഗ്രൗണ്ടുകൾ ഒക്കെ തന്നെയായിരുന്നു ഈ ഭാഗങ്ങളിൽ. ഈ ഒരു സ്കൂളിന്റെ കോമ്പൗണ്ട് ഇങ്ങനെ തന്നെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ കുറച്ച് മൃഗങ്ങളെയും ഇഴജന്തുക്കളെയൊക്കെ കൊണ്ടിട്ട് നമുക്കിതൊരു അമ്യൂസ്മെന്റ് പാർക്ക് ആക്കുന്നതായിരിക്കും വളരെ ഉത്തമം. എന്തായാലും ചുറ്റുമതിലൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു സ്കൂള് തന്നെയായിരുന്നു. അപ്പം എന്തായാലും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.